ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് BEM ഗേൾസ് LP സ്കൂളിൽ ഈറ്റില്ലം 2K24 എന്ന പേരിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നാടൻ ഭക്ഷണ പ്രദർശനവും നടത്തി. കർക്കിടകത്തിലെ ആരോഗ്യ പരിചരണവും ആരോഗ്യകരമായ ഭക്ഷണശീലവും പരിചയപ്പെടുത്തുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോഴിക്കോട് BEM ഗേൾസ് LP സ്കൂളിൽ ഈറ്റില്ലം 2024 എന്ന പേരിൽ കർക്കിടക മാസത്തെ ആരോഗ്യ പരിചരണവും ആരോഗ്യകരമായ ഭക്ഷണശീലവും ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുമായി ചേർന്ന് ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും നടത്തി. കൂടാതെ ജങ്ക് ഫുഡ് സംസ്കാരത്തിൽ നിന്ന് മാറ്റം, ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി എന്നീ സന്ദേശങ്ങൾ അറിയിക്കുന്നതിനായി നാടൻ ഭക്ഷണ പ്രദർശനവും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ അനീഷ് MAയും ബോധവൽക്കരണ ക്ലാസിനും മെഡിക്കൽ ക്യാമ്പിനും നേതൃത്വം നൽകിയത് ഡോക്ടർ രേഷ്മ കണ്ണോത്ത്. ശ്രീമതി ലിസ സുജിതൻ അധ്യക്ഷത വഹിച്ചു. ശ്രീമതി ഏഞ്ചൽ സുമേഷ് ആശംസകൾ അറിയിച്ചു. ശ്രീ രൂപേഷ് MM, ശ്രീ പ്രസാദ് AV, ശ്രീ സന്ദീപ് കുമാർ JN എന്നിവർ സന്നിഹിതരായിരുന്നു. ശ്രീ നിജിൽ ഡിംലി നന്ദി അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പുതിയറ BEM UP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. PTA ജനറൽ ബോഡി യോഗവും ചേർന്നു. സ്കൂളിലെ LSS USS വിജയികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. കസബ ജനമൈത്രി സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO ഗോപകുമാർ ക്ലാസിന് നേതൃത്വം നൽകി. പുതിയറ BEM UP സ്കൂളിലെ 2024-25 വർഷത്തെ PTA ജനറൽ ബോഡി യോഗവും രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും സ്കൂൾ ഹാളിൽ വെച്ച് നടന്നു. PTA പ്രസിഡന്റ് ശ്രീ അരുൺകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പ്രധാനാധ്യാപിക ലൈസമ്മ വർഗീസ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ വെച്ച് 2023-24 വർഷത്തെ LSS USS വിജയികളെ മൊമെന്റോ നൽകി ആദരിച്ചു. കസബ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO ശ്രീ ഗോപകുമാർ, ബീറ്റ് ഓഫീസർ ശ്രീ ഉമേഷ് നന്മണ്ട എന്നിവർ രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. അപ്പൊ നമ്മുടെ മക്കളെ നോക്കാനുള്ളത് ആര് മാത്രമേ ഉള്ളൂ? നമ്മൾ മാത്രമേ ഉള്ളൂ. നോക്കിയില്ലെങ്കിൽ സാഹചര്യം വളരെ മോശമാണ്. വളയത്തോടെ സഞ്ചരിക്കുന്നവർക്കറിയാം, കടലപ്പൊതി വിൽക്കുന്ന രീതിയിലാണ് പരസ്യമായിട്ട് കഞ്ചാവിന്റെ കച്ചവടം നടക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തനങ്ങളെ കുറിച്ച് ശ്രീ ഷജീർ ഖാൻ വയ്യാനം വിശദീകരിച്ചു. PTA പ്രസിഡന്റായി ശ്രീ അരുൺകുമാറിനെയും വൈസ് പ്രസിഡന്റായി ശ്രീ SK മുസ്ലിം അലിയെയും ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. മദർ PTA പ്രസിഡന്റായി ശ്രീമതി ഷാജിദ തിരഞ്ഞെടുക്കപ്പെട്ടു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി സൂസൻ ആഗ്നസ് നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചേകന്നൂർ മൗലവി അനുസ്മരണവും മതഭീകരതാ വിരുദ്ധ ദിനാചരണവും ജൂലൈ 29